മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ നൂറ ആദിലയോട് വൻ കലിപ്പിലാണ്. നല്ല ദേഷ്യത്തിലിരിക്കുകയാണ് നൂറ. മേക്കപ്പ് റൂമിൽ സോഫയിൽ കിടക്കുകയാണ് നൂറ. താഴെ ആദില കിടക്കുന്നു. അപ്പോൾ ആദില 2-3 തവണയായി നൂറയെ വിളിക്കുന്നു. വാ ഇവിടെ വന്ന് കിടക്ക്, ഇടങ്ങാറേക്കാതെ വാ ഇവിടെ വന്ന് കിടക്കെന്നൊക്കെ പറയുന്നു. പക്ഷേ നൂറ അനങ്ങുന്നില്ല, ആ സോഫയിൽ തന്നെ കിടക്കുകയാണ്. ആദില വീണ്ടും വീണ്ടും വിളിക്കുമ്പോൾ നൂറ ഇറിറ്റേറ്റ് ആയിട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ദേഷ്യപ്പെടുകയാണ്. നൂറയുടെ ദേഷ്യം കണ്ടിട്ട് എന്തോ സീരിയസ് ആയിട്ട് സംഭവിച്ചു എന്ന് തോന്നുന്നു. പക്ഷെ അതെന്താണെന്ന് നമുക്കറിയില്ല, ലൈവിൽ കാണിച്ചിട്ടില്ല. എന്നിട്ട് നൂറ ദേഷ്യത്തോടെ പറയുന്നത്, അമ്മാതിരി വർത്തമാനം അവിടെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അങ്ങനെ പറയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു, പറഞ്ഞു. കാണിക്കുന്നതേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ആദിലയും പറയുന്നു. ഞാനൊന്നും കാണിച്ചിട്ടില്ല എന്നാണ് നൂറ പറയുന്നത്. ഇവർ തമ്മിൽ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് വ്യക്തമല്ല. എന്തായാലും നൂറയെക്കുറിച്ച് ആദില എന്തോ പറഞ്ഞു, അത് നൂറയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് ഈ ദേഷ്യത്തിൻ്റെ കാരണമെന്ന് മനസ്സിലായി. കുറച്ചു മുമ്പ് ബ്ലൈൻഡ്സ് ഇട്ടിരിക്കുകയായിരുന്നു എല്ലാവരും, അതുകൊണ്ട് ഗാർഡൻ ഏരിയയിലായിരുന്നു. ആ സമയത്ത് അനുമോളും ആദിലയും നൂറയും എല്ലാം ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു, ബിന്നിയൊക്കെ ആയിരുന്ന്. ആ സമയത്ത് ആദില നൂറയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം ലൈവിൽ അത് നമ്മളെ കാണിച്ചിട്ടില്ല. മറ്റുള്ളവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ പ്രധാനമായിട്ടും കാണിച്ചുകൊണ്ടിരുന്നത്. എന്തോ സീരിയസ് ഇഷ്യൂ ആണെന്ന് മാത്രം മനസ്സിലായി. കാരണം അമ്മാതിരി ദേഷ്യമാണ് നൂറ ആദിലയോട് കാണിച്ചത്. എന്നിട്ടും ആദില 2-3 തവണ വിളിക്കുന്നു, അത് വീട് ഇവിടെ വന്ന് കിടക്ക, ഇടങ്ങേറാക്കാതെ വന്ന് കിടക്കുന്നൊക്കെ. പക്ഷേ നൂറ അടങ്ങുന്നില്ല. നൂറയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. വെറുതെ ഓരോന്നും പറയണ്ട, പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് എനിക്ക് അറിയണം എന്നൊക്കെ നൂറ ആദിലയോട് പറയുന്നു. വെറുതെ പ്രശ്നമുണ്ടാക്കാതെ വന്ന് കിടക്കുന്നൊക്കെ വീണ്ടും ആദില പറയുന്നു. പക്ഷേ നൂറ സമ്മതിക്കുന്നില്ല. അവസാനം ആദില നൂറയോട് ദേഷ്യപ്പെട്ട് നേരെ ബാത്റൂമിലേക്ക് പോവുകയാണ്, ചേഞ്ചിങ് റൂമിലേക്ക്. നൂറ കിടക്കുകയായിരുന്നത് കൊണ്ട് തന്നെ മൈക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യും നൂറ മൈക്ക് ധരിക്കുക എന്നൊക്കെ. അപ്പോൾ ആര്യൻ നൂറയെ കളിയാക്കും, എന്താണ് നൂറ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച്. അപ്പോഴാണ് നമ്മുടെ ആദില ബാത്റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ ആദില പറയുന്നുണ്ട്, അവളുടെ മൂഡ് ശരിയല്ല, വെറുതെ അവളുടെ വായിലിരിക്കുന്നത് കേൾക്കരുതെന്ന്. ആര്യൻ വെറുതെ തമാശയ്ക്ക് നൂറയെ ചൊറിഞ്ഞതാണ്. പക്ഷേ ആര്യനറിയില്ലല്ലോ ഇവർ തമ്മിലുള്ള പ്രശ്നവും നൂറയുടെ മൂഡ് ഇപ്പോൾ എന്താണെന്നൊക്കെ. എന്തായാലും ആദില അങ്ങനെ ചേഞ്ചിങ് റൂമിലേക്ക് പോകുന്നു. കുറച്ചു നേരം മേക്കപ്പ് റൂമിലിരുന്നതിന് ശേഷം നൂറയും പുറകെ ആദിലയുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് ആദിലേനെ വിളിക്കുന്നു, വാ ഞാൻ വന്ന് കിടക്കാം, വാ നമുക്ക് അവിടെ കിടക്കാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആദില പറയുന്നത്, എൻ്റെ ഉറക്കം പോയി, ബേബി പൊക്കോ, ഞാൻ വരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പുറകെ വരാമെന്നൊക്കെ പറയുന്നു. ഒന്നാതെ നൂറയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. നൂറയെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ എന്തോ ആണ് ആദില ചെയ്തിരിക്കുന്നത്. എന്നിട്ടും പ്രശ്നം വഷളാക്കണ്ട, കോംപ്രമൈസ് ആക്കാമെന്ന് കരുതിയാണ് നൂറ ആദിലയുടെ പുറകെ ചെന്നത്. അപ്പോൾ ആദില വെയിറ്റ് ഇട്ട് നിൽക്കുന്നു, പൊക്കോ എൻ്റെ ഉറക്കം പോയെന്നൊക്കെ. അപ്പോൾ വീണ്ടും നൂറയ്ക്ക് ദേഷ്യം കയറുന്നു. എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ ഈ ആക്ഷനാണ്, മുഖവും ഉയർപ്പിച്ച് അങ്ങ് നിൽക്കും. എപ്പോഴും മോള് എല്ലാ കാര്യവും വേറെ സെൻസിലാണ് എടുക്കുന്നത്. നൂറയിൽ സംസാരിക്കുന്ന സമയത്ത് ആദില ചേഞ്ചിങ് റൂമിൽ നിന്നും പുറത്തിറങ്ങി വന്ന് നിൽക്കുന്നു. ബാത്റൂം ഏരിയയിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നൂറ ഉടനെ പറയുന്നത്, ഇങ്ങനെ നിൽക്കാനറിയാം, അല്ലാതെ ഒന്നിനും കൊള്ളൂല, പിന്നെ കുറേ കുറ്റവും പറയും. നൂറയുടെ ആ സംസാരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് നൂറയുടെ ആ ഒരു ദേഷ്യം. അത് കൺട്രോൾ ചെയ്താണ് നൂറ ആദിലേനെ വിളിക്കാൻ വേണ്ടി ചെന്നിരിക്കുന്നത്. പിന്നെ കുറെ കുറ്റവും പറയുമെന്ന് നൂറ പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത്, ചിലപ്പോൾ നൂറയുടെ കുറ്റമെന്തെങ്കിലും ആദില അനുമോളോടോ ബിന്നിയോടോ പറഞ്ഞിട്ടുണ്ടാവാം. അതായത് കുറച്ചു മുമ്പ് ഇവർ കുറച്ചധികം നേരം പുറത്ത് ഗാർഡൻ ഏരിയയിലായിരുന്നു. എല്ലാവരും ഗാർഡൻ ഏരിയയിലായിരുന്നു ബ്ലൈൻഡ്സ് ഇട്ടത് കൊണ്ട്. എന്തായാലും ഞാനൊന്നും കാണിച്ചിട്ടില്ല, പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞുള്ള വാശിയിലാണ് നൂറ ഇപ്പോൾ ഇരിക്കുന്നത്. വൻ കലിപ്പ് മൂഡിലാണ് എന്തായാലും നൂറ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.